രാജ്യം ഇന്ന് മൂന്നാം ഘട്ട വിധി എഴുതുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ വോട്ട് ചെയ്യാനായി ബൂത്തിലേക്ക് എത്തി. അമിത്ഷാ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരൊക്കെ ഇന്ന് ജനവിധി തേടുന്നുണ്ട്. മൂന്നാം ഘട്ടത്തിൽ രാജ്യത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു വിധിയെഴുത്ത് കൂടിയാണ് ഇന്ന് നടക്കുന്നത്. പ്രത്യേകിച്ച് NDAയ്ക്കും ഇന്ത്യ മുന്നണിക്കും ഇരു വിഭാഗങ്ങളിൽ നിന്നുമുള്ള കരുത്തരായ നേതാക്കളൊക്കെ ഇന്നിപ്പോൾ ജനവിധി തേടുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് രേഖപ്പെടുത്താനായി ബൂത്തിലേക്ക് എത്തി. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മാതൃഭൂമി ന്യൂസിലൂടെ. നമുക്ക് അമിത്ഷായെയും കാണാം ദൃശ്യങ്ങളിൽ, അദ്ദേഹം നിൽക്കുന്നതും കാണാം. അമിത്ഷാ അടക്കം ഇന്നിപ്പോൾ ജനവിധി തേടുന്നുണ്ട് ഈ ദിവസം. ജ്യോതിരാദിത്യ സിന്ധ്യ, ദിഗ്വിജയ് സിംഗ്, ശിവരാജ് സിംഗ് ചൗഹാൻ, സുപ്രിയ സുലെ അടക്കമുള്ള ഒട്ടനവധി പ്രമുഖ നേതാക്കളൊക്കെ ഇന്നിപ്പോൾ ഈ ഘട്ടത്തിൽ ജനവിധി തേടുകയാണ്. രാജ്യം മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് വിധി എഴുതുകയാണ് ഇന്ന്. ഈ ചൂട് അത് വലിയൊരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ തെക്കേ ഇന്ത്യയിലും ഉത്തരേന്ത്യയിലുമൊക്കെ കനത്ത ചൂട് നിലനിൽക്കുന്നു. ഇതിനി പോളിങ്ങിനെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ഇപ്പോൾ രാജ്യം മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി. അദ്ദേഹം വോട്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നു മാതൃഭൂമി ന്യൂസിലൂടെ. അദ്ദേഹത്തിനൊപ്പം തന്നെ അമിത്ഷായും ബൂത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട്. മോദി തിരിച്ചിറങ്ങുമ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നത് കേൾക്കാം. അണികൾ മുദ്രാവാക്യം വിളിക്കുന്നതും വളരെ വ്യക്തമാണ് ദൃശ്യങ്ങളിൽ. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂടെയുണ്ട്. അമിത്ഷാ അനുഗമിക്കുന്നുണ്ട്. അഹമ്മദാബാദിൽ വോട്ട് ചെയ്ത് അദ്ദേഹം മടങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. ബി ബാലഗോപാലോട് നമുക്കിപ്പം. ബാലു, അങ്ങനെ പ്രധാനമന്ത്രി എത്തി, വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് പോയി, ഒപ്പം അമിത്ഷായുമുണ്ട്. വിവരങ്ങൾ. ഗുജറാത്തിലെ അഹമ്മദാബാദിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചത്. സാധാരണഗതിയിൽ മോദി ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ അതായത് തന്റെ ഈ മണ്ഡലത്തില് വോട്ടിംഗ് ആരംഭിച്ചാൽ ആദ്യ മണിക്കൂറുകളിൽ തന്നെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താറുണ്ട്. ആ പതിവ് തന്നെ ഇത്തവണയും പ്രധാനമന്ത്രി പാലിച്ചിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ തന്നെ ഗുജറാത്തിലെ പ്രധാനപ്പെട്ട BJP നേതാക്കൾ എന്നിവർക്കൊപ്പമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അമിത്ഷാ ഈ അഹമ്മദാബാദിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി തന്റെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മത്സരിക്കുന്ന ഗുജറാത്തിലെ ഗാന്ധിനഗർ സീറ്റിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഗാന്ധിനഗർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ് ഈ അഹമ്മദാബാദിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഈ പ്രധാനമന്ത്രിക്ക് പുറമെ ഇന്ന് അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും ഈ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതാണ്. 11 സംസ്ഥാനങ്ങളിലായുള്ള 93 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ഗുജറാത്തിലെ 26 മണ്ഡലങ്ങളിലും ഇന്നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. നേരത്തെ സൂറത്തിൽ ഈ BJP സ്ഥാനാർത്ഥി എതിരില്ലാതെ വിജയിച്ചിരുന്നു. അതുകൊണ്ട് അവിടെ വോട്ടെടുപ്പില്ല. മറ്റ് ഗുജറാത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇന്നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 2019 BJPക്ക് ക്ലീൻ സ്വീപ്പായിരുന്നു. അതായത് എതിർ പാർട്ടികൾക്ക് ആർക്കും തന്നെ ഒറ്റ സീറ്റ് പോലും ഗുജറാത്തിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. അതേ ഒരു ഫലം 2024 BJP ഗുജറാത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണ ഈ ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യം ഗുജറാത്തിലെ ചില മണ്ഡലങ്ങളിൽ ഒരു മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷെ അത് വിജയത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ അവർക്ക് പോലും ഇല്ല. ഏതായാലും
2019 പോലെ ഗുജറാത്തിൽ ഒരു കംപ്ലീറ്റ് സ്വീപ്പ് ഇത്തവണയും BJP പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ വോട്ടവകാശം വിനിയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ഘട്ട പോളിംഗിലും പോളിംഗ് ശതമാനം കുറവായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് BJP പ്രവർത്തകരോടും അതുപോലെ തന്നെ രാജ്യത്തെ മറ്റ് ജനങ്ങളോടും പരമാവധി പേർ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. ഈ കനത്ത ചൂട് പല സംസ്ഥാനങ്ങളിലും ഈ ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ഈ കനത്ത ചൂട് നിലനിൽക്കുന്നുണ്ട്. ഇത് ഈ പോളിംഗ് ശതമാനത്തെ ബാധിക്കുമോ എന്ന ആശങ്ക ഈ രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റുമുണ്ട്. ഏതായാലും ഈ 1-2 ഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അല്പം കൂടി വാശിയേറിയ മത്സരം നടക്കുന്ന ഈ 3ാം ഘട്ടത്തിൽ ഈ പോളിംഗ് ശതമാനം ഉയരുമെന്ന പ്രതീക്ഷയാണ് രാഷ്ട്രീയ പാർട്ടികൾ വച്ചു പുലർത്തുന്നത്. ശരി ബാലു, അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടിയായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടായിരുന്നു.